എൻ്റെ പൊന്നോ, ഇത്രയും വൃത്തികെട്ടൊരു തലവേദന എൻ്റെ ലൈഫിൽ തന്നെ ഉണ്ടായിട്ടില്ല കേട്ടോ. ഇപ്പം മാറും എന്ന് വിചാരിക്കുന്നല്ലാണ്ട് ഈ ഒരു തലവേദന എന്നെ ഹോസ്പിറ്റലിൽ വരെ എത്തിച്ച്. എങ്ങനെ രാവിലെ ഡ്യൂട്ടിക്ക് പോയിരുന്ന കുട്ടി തിരിച്ചു വന്നപ്പോൾ ഇതാണ് അവസ്ഥ. തല അനക്കാൻ പറ്റില്ല. പിറ്റേ ദിവസം രാവിലെ ഡ്യൂട്ടിക്ക് പോകാനുള്ളതുകൊണ്ടും ഞാൻ എൻ്റെ തലവേദന മാറ്റാൻ പരമാവധി ശ്രമിച്ചു. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ വേഗം പോയി ഫ്രഷ് ആയിട്ടോ. ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് വേഗം പോയി കിടക്കാമെന്നായിരുന്നു എൻ്റെ പ്ലാന്. അപ്പം ഞാൻ ഫ്രിഡ്ജിൽ കോളിഫ്ലവർ കായം തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തും കണ്ടിട്ട് ഫ്രൈ ചെയ്തു. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ കായം തേച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പം അങ്ങനെ അത്യാവശ്യം വരുമ്പോഴത്തേക്ക് പൊരിക്കുകയൊക്കെ ചെയ്യാമല്ലോ. അത് റെഡി ആകുമ്പോഴത്തേക്കും ഞാനിത് ഒരു കട്ടനൊക്കെ ഉണ്ടാക്കി കുടിച്ച്. എനിക്ക് അപ്പോഴും ഒട്ടും നമ്മുടെ തലവേദന സഹിക്കാൻ പറ്റുന്നില്ലേനു. അപ്പോൾ അതാ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അടുപ്പത്തിട്ട സാധനം റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഷിസമ്മോളും വേഗം ചോറ് നോക്കി കൊടുത്തതിന് ശേഷമാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ഉണ്ട് ഐസ്ക്രീം. അപ്പോൾ ഷിസമ്മോൾ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ പിന്നെ എനിക്കും വെറുതെ ഇരിക്കാൻ തോന്നിയില്ല. അങ്ങനെ ഞാനും ഒരു 2-3 ബൈറ്റ് അതിനകത്ത് എടുത്ത് കഴിച്ചു. സത്യം പറഞ്ഞാൽ അന്നേരത്തെ ആ ഒരു തലവേദനയുടെ ഇതിൽ ഐസ്ക്രീം കഴിക്കാനാണെങ്കിലും നല്ലൊരു സുഖം ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു സുഖം എന്നെ പനിയിലേക്ക് എത്തിച്ചു. പിറ്റേ ദിവസം എനിക്ക് ഭയങ്കര പനിയായിരുന്നു. ഒട്ടും സഹിക്കാൻ വേണ്ടായി. തലവേദനക്കും യാതൊരു മാറ്റമില്ലാണ്ടായി. അങ്ങനെ പിന്നെ നേരെ ഹോസ്പിറ്റലിലൊക്കെ ആയി. ട്രിപ്പ് ഇടേണ്ടിയൊക്കെ വന്നു. പിന്നെ മെഡിസിനും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷമാണ് പിന്നെ എൻ്റെ തലവേദനയൊക്കെ ഭയങ്കര മാറ്റം ഉണ്ടായത്. ഇപ്പോഴും ഞാൻ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് ആ ഒരു തലവേദനേൻ്റെ ആ ഒരു ഫീൽ എനിക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല. അത്രയ്ക്കും ഒരു വൃത്തികെട്ട ഒരു ബുദ്ധിമുട്ടേറിയൊരു തലവേദനയായിരുന്നു ഗൈസ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ചെറുതായിട്ടൊന്ന് സ്കിൻ കെയർ ചെയ്തു. ഒന്നുമില്ല, ജസ്റ്റ് ഒരു മോയ്സ്ചറൈസറും ഒരു ലിപ് ബാമും മാത്രം ഇട്ട് കൊടുത്ത് ഞാൻ നേരെ പോയി കിടന്നുറങ്ങി. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്.